ഏതാ ഐസ്ക്രീം ഉണ്ടാ ക്രിസ്റ്റിയെ പറ റിയോ പറ Welcome to the show, CJ's Blend Box. Mix it up with stuff. ഹലോ ഗൈസ്, നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആണ്. ചലഞ്ച് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യണം തന്നെ ജോളോ ചിപ്പല്ല, നമ്മൾ ജോളോ ചോക്ലേറ്റ് ആണ് ഈ പ്രശ്നം ചെയ്യണേ. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ജോളോ ചോക്ലേറ്റിലേക്കാണ് നമുക്ക് കിടക്കണേ. നമ്മൾ ഇതുവരെ ചിപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ ജോളോ ചോക്ലേറ്റിലേക്കാണ് ജോളോ ചോക്ലേറ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റാണ് നമ്മൾ ആദ്യം തന്നെ എടുക്കണത്. നമ്മൾ ചിപ്പ് ചെയ്തിട്ട് കഴിച്ചിട്ടില്ല, ഞാൻ ഒട്ടും കഴിച്ചു നോക്കിയിട്ടില്ല. ഇപ്പം എൻ്റെ കൂടെ കഴിക്കാനും കുറച്ച് പേരുണ്ട്, ഞാൻ അവരെ പരിചയപ്പെടുത്താം. വേണം മക്കളെ, നമ്മുടെ ജോളോ ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുക്കാണ്. ഞാൻ കഴിക്കണോ? ചോക്ലേറ്റ് വേഗം കഴിക്കടാ. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, ഇഷ്ട ചുരട്ടൻ ആകെ വിയർക്കണം, നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറണം, ചങ്കിനകത്ത് താളമട്ടിക്കണ്, തകിട തകിട മേളമട്ടിക്കണ്, എരിവുണ്ടോ? എല്ലാരും കഴിച്ചോക്കാം. എല്ലാരും വിവരറിയാ. വേഗം അടക്കാം. മിമിക്രിക്കാരനാ, പേപ്പട്ടി അനുകരിക്കുക. മലയാള അക്ഷരം പഠിക്കുന്നതാ. എരിവുണ്ടോ? She's got the groove, she's got the style. When she starts to dance, you can't help but smile. With her body moving to the rhythm so sweet, you'll be catching the fever, moving your feet, oh yeah. Shake it to the left now, shake it to the right. അത് കണ്ട, അവൻ ഐസ്ക്രീം കൊണ്ട് ഫേഷ്യൽ ചെയ്യുന്നു. കുറച്ചാശ്വാസമായി. കാര്യമില്ല, ഇപ്പൊ ഇല്ലടാ, ഞാനെങ്കിലും മിണ്ടാനോ ഒന്നും പറ്റണ്ടായില്ല. എടാ എന്നെടുക്കാണ്ട് ഇവരൊക്കെ എടുക്കടാ.
ഞാൻ എന്നോട് തന്നെ പറയാ ഈ ചതി എനിക്ക് വേണ്ടായിരുന്നു. ക്രിസ്ത്യ എങ്ങനെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഫുള്ള് കഴിച്ചാല് ഞാനും കൊണ്ടുപോയി. Kiss me, close your eyes and miss me. ഹലോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. വളരെ മികച്ച അഭിപ്രായമാണ്. നല്ല പരിപാടിയാണ്. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യുന്നത് അങ്ങനെ നീ ഇതുപോലെയൊക്കെ ചെയ്യാം. ഇതുപോലെയൊക്കെ ആയിരിക്കും. വളരെ നല്ല അഭിപ്രായം. അത്ര എനിക്ക് പറയാം. കഴിച്ചപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് ഒരു സാധനം ഇറങ്ങിയിട്ട് ഇവിടെയാണ് പ്രശ്നം. വേറെ ഏത് പ്രശ്നമായി മാറുന്ന എനിക്കറിയില്ല. ശരത്തേക്ക് നോക്കിയിരിക്കാൻ എന്റെ ഒരു മാറി നിങ്ങൾക്ക് ഇതിനെ പറ്റി അഭിപ്രായം? നല്ല അഭിപ്രായം. ഞാനാ ഫസ്റ്റ് തിന്നേർത്തെ. എനിക്കിപ്പോ കുഴപ്പമില്ല. എനിക്ക് പിന്നെ ബോധമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കഴിച്ചോണ്ടിരുന്നപ്പോ ഒരു പച്ചമുളകിന്റെ ടേസ്റ്റ്, പക്ഷെ ഇട്ടുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. കാന്താരി എരിയാൻ തോന്നി. അവിടെ പറ. ഇല്ല, എനിക്ക് പറയാൻ അതെ തന്നെ, എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വയറുവേനയും ഇല്ല, എരിവില്ല, ഒന്നും ജസ്റ്റ് ഒരു 10 to 20 minutes രണ്ടുള്ളിൽ ടോട്ടൽ ഓക്കെ. അതെല്ലാം എന്റെ ഷോട്ട് ചെയ്തും കുഴപ്പമില്ല. ഞാൻ ഓക്കെ. സംഭവം നല്ല പരിപാടിയാണ്. ഇതവിടെ കിടക്കുന്നില്ല. താനെന്താ പട്ടിമൂത്രം ഒഴിക്കാൻ നിൽക്കണ പോലെ? എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറയില്ല, ഞാൻ സെറ്റാണ്. നീ ഇൻട്രോ പറഞ്ഞാലോ? ബാക്കിയുള്ളത് നീ കഴിക്കും, ബാക്കിയുള്ളത് നീ കഴിക്കാതെ. സമാധാനം. ഇനി പ്രശ്നമൊന്നും ഇനി വീട്ടിൽ ചെന്നിട്ട് അറിയാം ബാക്കി കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. ഇപ്പഴല്ല, നാളെ വെളുപ്പിന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആർക്കും അറിയാൻ പറ്റും, നാളെ വെളുപ്പിന്. നമ്മുടെ ചിപ്പാണെങ്കിൽ അത്ര കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. കാരണം ചോക്ലേറ്റ് ആകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ പല്ലിലെ പൊട്ടിപ്പിടിച്ച് അതിൻ്റെ എരിവ് വായിൽ കുറെ ഒരു കഴിച്ചൊരു 5 മിനിറ്റ് നേരത്തേക്ക് വായിൽ നന്നായിട്ടുണ്ടാവും എരിവ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അത് നേരെ ഇറങ്ങി ആ പോണ വഴി മൊത്തം നമുക്ക് എടുത്തറിയും. അത് കഴിഞ്ഞ് നേരെ വയറ്റിൽ ഇവിടെ ഈ ഭാഗത്ത്, ഏകദേശം ഈ ഭാഗത്താണ് വന്ന് ആദ്യം കിടക്കണേ. വയറിൻ്റെ ഏത് ഭാഗത്ത് ആദ്യം ഫുഡ് വരണമെന്ന് മനസ്സിലായി, ഇവിടെയാണ് വരണേ. ഇവിടെ വന്ന് കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് നല്ലോണം എരിച്ചിലും പുകച്ചിലും വരും. അത് കഴിഞ്ഞ് നേരെ താഴത്തോട്ട് പോകും. താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്, അതിൻ്റെ എരിവ് ഇതായിട്ട് മാറില്ല. അതേപോലെ തന്നെ നല്ലോണം ഗ്യാസ്, അതായത് അതിനകത്ത് അവിടെ എത്തിയിട്ട് നല്ലോണം ഗ്യാസ് പുറത്തേക്ക് വരായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറെ ഇപ്പോഴും വർത്താനം പറയുമ്പോൾ ഉള്ളിൽ നിന്ന് ഗ്യാസ് വരുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല സീനായിരുന്നു. ഇവന് ഇവൻ പറഞ്ഞതിനെ കഴിച്ചോളൂ, ഞാൻ ഇപ്പോഴും പറയും. ഇവർക്ക് ഇവളാണ് ഫുള്ള് കഴിച്ചത്. സ്നേഹ ഫുള്ള് കഴിച്ചായിരുന്നു. റിയോ കുറച്ച് പൊടിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. ആ പൊടിയായിരുന്നു ആയതന്നെ എടുത്തപ്പോ അതിന് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കഴിച്ചിട്ട് എല്ലാവരും പടായിട്ടുണ്ട്. എല്ലാവരും വെച്ചാൽ ഞാൻ എന്തായാലും പടായിട്ടുണ്ട്. ഇവരുടെ കേസ് ഇവര് രണ്ട് ഇവിടെയൊക്കെ കഴിച്ചിട്ട് ഒന്നും ഇല്ലാത്തോണ്ട് ഇരിക്കണേണ്ട, ഒരു കുഴപ്പമില്ല. ഫിറോസൊക്കെ തോറ്റുപോയി. അത് പിന്നെ അടുത്തത് റിയോനും ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കഴിച്ചിട്ട് വയറിനൊക്കെ നല്ല എരിച്ചിലുണ്ട്. ഇപ്പോൾ കുറേ ഐസ്ക്രീം 4 ലിറ്ററിൽ പകുതിയോളം ഞാൻ തന്നെ തിന്നു തീർത്തെ. ഇവരെ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ക്രിസ്റ്റി അവ ഉണ്ടായപ്പോൾ നമ്മൾ പകുതി കഴിച്ചിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന് അവസരം ഒരുക്കി തന്ന ചഞ്ചൽ ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. അപ്പൊ അവസാനമായിട്ട് എല്ലാവരും ചഞ്ചലിനെ ഒന്നുകൂടി കാണാം. എല്ലാവരും കൂടി. അപ്പൊ ഇതോടുകൂടി ചഞ്ചലിന്റെ യൂട്യൂബ് ഇവിടെ സ്വന്തം ചേച്ചിലാണ്. അടുത്ത ഷോട്ടിലേക്ക്. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കാം. ബൈ.
See you. DJ's playing